നമസ്കാരം, ഞാൻ ഷൈൻ പണിക്കർ. ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിച്ചൊരു കാര്യമാണ്, സാറിന് രുദ്രാക്ഷം ഇടുന്ന വിധത്തെക്കുറിച്ചൊരു വീഡിയോ ചെയ്തു വിടുന്നു. രുദ്രാക്ഷത്തിൻ്റെ മഹാത്മ്യത്തെക്കുറിച്ച് ഞാനൊരു വീഡിയോ നേരത്തെ ചെയ്തിരുന്നു. അപ്പോൾ പലർക്കും രുദ്രാക്ഷം എങ്ങനെ പോയി വാങ്ങി ഇടണമെന്ന് അറിഞ്ഞുകൂടാത്തത്. അപ്പോൾ അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് ഗ്രഹനില ഉണ്ടെങ്കിൽ കൃത്യമായിട്ടും ലഗ്നാധിപൻ്റെയോ 9ാം ഭാവാധിപനോ ഏതാണെന്ന് കണ്ടുപിടിച്ചിട്ട് അത് ഇടുന്നത് ഒരു നല്ലൊരു മെത്തേഡാണ്. കുറച്ചുകൂടെ പെട്ടെന്ന് തന്നെ അതിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടുന്നതാണ്. അങ്ങനെ അല്ലാത്തവർക്ക് എങ്ങനെ ധരിക്കുക? ഇപ്പം നാള് മാത്രം അറിയാം, പക്ഷെ രുദ്രാക്ഷം ധരിക്കാനാണ് ആഗ്രഹം. ചിലർക്ക് രത്നം ധരിക്കുന്നതായിരിക്കത്തില്ല, ചിലർക്ക് രുദ്രാക്ഷത്തിനോടായിരിക്കും കൂടുതൽ താല്പര്യം. രുദ്രാക്ഷത്തിനും അതിൻ്റെതായ പവറുള്ള സാധനം തന്നെയാണ്. പഞ്ചമുഖം ഒഴികെ ബാക്കി ഏത് രുദ്രാക്ഷങ്ങൾ ധരിക്കുന്നവരും ശ്രദ്ധിക്കേണ്ട കാര്യം, അവർ മദ്യം, മാംസം ഇത് ഉപയോഗിക്കാതെ ഇരിക്കുന്നതാണ് ഉത്തമം. പഞ്ചമുഖത്തിന് അങ്ങനെ ഒരു പഥ്യം പറയുന്നില്ല. അപ്പോൾ അതിൽ പൊതുവായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം, നിങ്ങൾക്കത് ഫോളോ ചെയ്യാൻ പറ്റും. അശ്വതി, മകം, മൂലം ഈ നക്ഷത്രക്കാർക്ക് ധരിക്കാൻ പറ്റുന്ന മുഖങ്ങൾ എന്ന് പറയുന്നത് 9 മുഖമുള്ളതോ 18 മുഖമുള്ള രുദ്രാക്ഷങ്ങളും നിങ്ങൾക്ക് ധരിക്കാൻ പറ്റും. ഭരണി, പൂരം, പൂരാടം ഈ നക്ഷത്രക്കാർക്ക് ധരിക്കാൻ പറ്റുന്ന മുഖങ്ങൾ 6 മുഖമുള്ളതോ 15 മുഖമുള്ള രുദ്രാക്ഷങ്ങളോ കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് ധരിക്കാൻ പറ്റും. അടുത്തതായി കാർത്തിക, ഉത്രാടം നക്ഷത്രക്കാർക്ക് 1, അതായത് 1 മുഖമുള്ള ഏകമുഖ രുദ്രാക്ഷം, 10 മുഖം, 19 മുഖം ഇത്രയും മുഖമുള്ള രുദ്രാക്ഷങ്ങൾ ഈ നാളുകാർക്ക് ധരിക്കാൻ പറ്റും. മകയിരം, ചിത്തിര, അവിട്ടം നക്ഷത്രക്കാർക്ക് 3 മുഖമുള്ളത് ധരിക്കാൻ പറ്റും, 12 മുഖമുള്ളത് ധരിക്കാൻ പറ്റും, 21 മുഖമുള്ള രുദ്രാക്ഷവും ധരിക്കാൻ പറ്റും. അതിനുശേഷം തിരുവാതിര, ചോതി, ചതയം നക്ഷത്രക്കാരാണ് രുദ്രാക്ഷം ധരിക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ 8 മുഖമുള്ളത് ധരിക്കാൻ പറ്റും, 17 മുഖമുള്ളതും ധരിക്കാൻ പറ്റും. പുണർദം, വിശാഖം, പൂരിട്ടാതി നക്ഷത്രക്കാർക്കാണ് രുദ്രാക്ഷം ധരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നതെങ്കിൽ 5 മുഖമുള്ളതോ 14 മുഖമുള്ളതോ അവർക്ക് ധരിക്കാവുന്നതാണ്. പൂയം, അനിഴം, ഉത്രട്ടാതി ഈ 3 നാളുകാരാണ് ധരിക്കുന്നതെന്നുണ്ടെങ്കിൽ അവർക്ക് 7 മുഖമുള്ളതോ 16 മുഖമുള്ളതോ ആയ രുദ്രാക്ഷം നിങ്ങൾക്ക് ധരിക്കാവുന്നതാണ്. ആയില്യം, തൃക്കേട്ട, രേവതി ഈ 3 നാളുകാരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ധരിക്കാവുന്ന രുദ്രാക്ഷം എന്ന് പറയുന്നത് 4 13 മുഖമുള്ള രുദ്രാക്ഷങ്ങൾ ഈ പറഞ്ഞ ആയില്യം, തൃക്കേട്ട, രേവതി നക്ഷത്രക്കാർക്ക് ധരിക്കാവുന്നതാണ്. അപ്പോൾ ഇത് നക്ഷത്രക്കാർക്കുള്ള പൊതുവായ രുദ്രാക്ഷങ്ങളാണ് ഞാൻ ഈ പറഞ്ഞത്. നിങ്ങൾക്ക് ലഗ്നം അങ്ങനെയുള്ള ഗ്രഹനിലയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ലഗ്നാധിപന് ശത്രുത ഇല്ലാത്ത രുദ്രാക്ഷങ്ങൾ ധരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ നിങ്ങൾക്കൊരു അധിപനെ കണ്ടെത്താൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ല. അതായത് നിങ്ങൾക്കിപ്പോൾ ലഗ്നം അറിയാമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ രുദ്രാക്ഷത്തിന് 12 മുഖമുള്ളതാണ് കണ്ടെത്തിയെങ്കിൽ നിങ്ങൾക്ക് എത്രയാണോ 9ൽ കൂടുതൽ മുഖമുള്ള രുദ്രാക്ഷമാണെങ്കിൽ ആ രുദ്രാക്ഷത്തിന്റെ മുഖത്തിന്റെ എണ്ണത്തിനെ 9 കൊണ്ട് ഭാഗിക്കുക. ശിഷ്ടം വരുന്ന എത്രയാണോ അത് ഉപയോഗിച്ച് നമുക്ക് അതിന്റെ അധിപനെ കണ്ടെത്താൻ പറ്റും. 12 മുഖമുള്ളതാണെന്നുണ്ടെങ്കിൽ 9 കൊണ്ട് ഹരിക്കുമ്പോഴത്തേക്കും 3 ശിഷ്ടം വരുന്നത്. അപ്പം 3 അതിന്റെ ആധിപത്യം വരുന്നത്. ചൊവ്വയാണ് അതിന്റെ അധിപൻ. അപ്പൊ ലഗ്നാധിപൻ ചൊവ്വയായിട്ടുള്ളവർക്ക് 12 മുഖമുള്ളത് ധരിക്കുക. അങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ ആ പറഞ്ഞ കാര്യങ്ങൾ ഫോളോ ചെയ്യുന്നതാണ് നല്ലതല്ലാതെ പെട്ടെന്ന് നിന്ന് നമുക്കിപ്പോൾ ശബരിമലയിൽ പോകുന്ന വഴിക്ക് പല മുഖങ്ങളുള്ള രുദ്രാക്ഷങ്ങളും വെച്ചിട്ടുണ്ടാവും. അത് ധരിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ നാളും ഇതുമായിട്ടുള്ളൊരു കമ്പാരിസൺ നോക്കിയതിന് ശേഷം ധരിക്കുന്നതായിരിക്കും ഉത്തമം. നന്ദി, നമസ്കാരം.